വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ, കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ പാർട്ടീഷനാണ് എടുക്കുന്നത്. മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് മുടിയൊക്കെ നന്നായി കെട്ടൊന്നും ഇല്ലാത്ത പോലെ നന്നായിട്ട് നല്ല സെറ്റാക്കി വയ്ക്കുക. ഇനി നമ്മുടെ സെൻറ്ററിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. മുടി ഇങ്ങനെ മുടി എടുത്തിട്ട് അതിനെ രണ്ടാക്കുക. അത് ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് അടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ രണ്ടാക്കിയിട്ട് നമ്മൾ ആ മുടി ഒന്ന് ക്രോസ് ചെയ്യുക, പിന്നെ ഒന്നുകൂടെയും ക്രോസ് ചെയ്തിട്ട് ആ സെക്ഷൻ താഴത്തേക്ക് ഇടുക. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ ഓഫ് മുടി എടുക്കുക, ഒന്ന് ക്രോസ് ചെയ്യുക, വീണ്ടും ക്രോസ് ചെയ്തിട്ട് ആ സെക്ഷൻ താഴത്തേക്ക് ഇടുക. അതുപോലെ തന്നെ ഒരു സെക്ഷനും കൂടെ എടുക്കുക, ഒന്ന് ക്രോസ് ചെയ്യുക, ഒന്നും കൂടെ ക്രോസ് ചെയ്തിട്ട് ആ സെക്ഷൻ താഴത്തേക്ക് എടുക്കുക. അങ്ങനെ ടോട്ടൽ 3 സെക്ഷൻ മുടി എടുത്തിട്ടാണ് നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കണത്. ഇനി എന്നിട്ട് നമ്മൾ ആ ബാലൻസ് ഉള്ള ആ ഒരു മുടി പുറകിലോട്ട് കൊണ്ടുപോയി ഒരു ക്ലിപ്പ് വെച്ച് നമുക്ക് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം അപ്പുറത്തെ സൈഡിലും ആദ്യം കുറച്ച് സെക്ഷൻ മുടി എടുക്കുക, അതിനെ രണ്ടാക്കുക, എന്നിട്ട് സെയിം ഇതുപോലെ തന്നെ ക്രോസ് ചെയ്യുക. എന്നിട്ട് 3 സെക്ഷൻ മുടി എടുത്തിട്ട് നമ്മൾ ആ സൈഡ് കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഒരു കുറച്ച് സെക്ഷൻ ഓഫ് മുടി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ക്ലിപ്പ് വെച്ച് കുത്തി കൊടുക്കും. നമ്മളത് പുറയിലോട്ട് കുത്തി കൊടുക്കുമ്പോൾ ഒരുപാട് വലിച്ച് പിടിച്ച് ടൈറ്റാക്കി കുത്തരുത്, ഒന്ന് ലൂസാക്കിയിട്ട് വേണം അത് കുത്താൻ. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ എടുത്ത് സെക്യൂർ ചെയ്തതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് കുറച്ച് സെക്ഷൻ മുടി എടുക്കുക, അതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിൽ ഒരു സ്ലൈഡ് വെച്ച് കുത്തി കൊടുക്കുക. സെയിം ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. സെയിം തന്നെയാണ്, മിഡിൽ പാർട്ടീഷൻ തന്നെയാണ്. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ചെയ്ത പോലെ തന്നെ കുറച്ച് സെക്ഷൻ മുടി എടുക്കുക, എന്നിട്ട് അതിന് ഒരു റബ്ബർ ബാൻഡ് വെച്ച് നമ്മൾ കെട്ടുക. ഇനി നമ്മൾ കെട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ മുടി രണ്ടാക്കിയിട്ട് മേളിക്കോടെ വേണ്ട എടുക്കാൻ, താഴേക്കോടെയല്ല മേളിക്കോടെ. ഇനി ബാക്കിലേക്കാക്കിയിട്ട് ഒരു ക്ലിപ്പ് വെച്ച് നമുക്കത് കുത്തി കൊടുക്കാം. സെയിം തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്യണത്.
ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. മേളിൽ കൂടെ തന്നെ എടുക്കണം, അടിയിൽ കൂടെ അല്ല എടുക്കേണ്ടത്. ഞാനത് രണ്ടും ട്രൈ ചെയ്ത് എനിക്ക് തെറ്റിപ്പോയി. അതാണ് ഞാൻ എടുത്ത് പറയണത്, നമ്മൾ മേളിൽ കൂടെ തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. സെയിം മിഡിൽ പാർട്ടീഷനാണ്. കുറച്ച് സെക്ഷൻ മേളിൽ നിന്ന് മുടിയെടുക്കുക. അത് നമ്മൾ നോർമലി പിന്നില്ലേ അതുപോലെ ആ താഴെ വരെ പിന്നെ എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുക, അഴിഞ്ഞു പോകാണ്ടിരിക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം മുടി ഇങ്ങനെ എടുക്കുക, പിന്നെ താഴെ കൊണ്ടുപോയി റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഇത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മുടെ ഐബ്രോയുടെ നേരെ വരുന്ന രണ്ട് സൈഡിൽ നിന്നും ഐബ്രോയുടെ നേരെ ക്രൗൺ പോർഷനിലെ ഹെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ആക്കിയിട്ട് കെട്ടി വയ്ക്കുക. പിന്നെ നമ്മൾ പിന്നിട്ടേക്കണ രണ്ട് സൈഡിലെ മുടി ബാക്കിലേക്ക് ഒരു റബ്ബർ ബാൻഡോ ക്ലിപ്പോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുക്കുക. ഇനി ക്രൗൺ പോർഷനിലെ മുടി അഴിച്ചിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.